വിദേശ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയ കടബാധ്യത വരുത്തി വെക്കുന്ന ഒന്നാണെന്നും കുട്ടികൾ വലിയ ലയബിലിറ്റി എടുത്തു വെക്കുന്ന ലയബിലിറ്റികൾക്ക് തിരിച്ചടവ് മുടങ്ങുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ശ്രദ്ധിച്ചറിയാൻ കഴിഞ്ഞൊരു വർഷത്തിൽ കാനഡയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഉള്ള ഒരു ചൂടേറുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം, നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായി ഒരു രാജ്യത്തെ പറ്റിയും ആ കോഴ്സിന്റെ സാധ്യതകളെ പറ്റിയും പഠിച്ച് ഏതെല്ലാം എക്കണോമികൾ നമ്മൾക്ക് നമ്മുടെ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് വരുമെന്ന ധാരണ വരുത്തി വിദേശ വിദ്യാഭ്യാസത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും വലിയൊരു കടബാധ്യതയോ അല്ലെങ്കിൽ നിങ്ങളുടെ ലോൺ തിരിച്ചടവ് മുടങ്ങുന്ന സാഹചര്യം വരില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന കോഴ്സിന് ഏറ്റവും സാധ്യതകളുള്ള സെറ്റ് ഓഫ് എക്കണോമീസ് നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം. അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ രാജ്യത്തുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഈ കോഴ്സ് ഏറ്റവും ഭംഗിയായി അഥവാ റാങ്കുള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഏതൊക്കെയാണ്, അതുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണ് തിരഞ്ഞെടുത്ത് അവിടേക്കുള്ള നമ്മുടെ എൻട്രി റിക്വയർമെന്റുകൾ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിന് അനുസൃതമായിട്ടുള്ള രാജ്യമായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നം ഒരിക്കലും വരില്ല.